വീട്ടിന്റെ സ്ഥിതി ഇന്ന് ഏവരും മുഖ്യമന്ത്രിമാരായാലും ശരി, പ്രധാനമന്ത്രി കാലം മാറി കുറെയൊക്കെ മാറണ്ടെന്ന് ആരും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ അത്യാഡംബരതയിലെ എല്ലാവരും വസിക്കും. ഗാന്ധി പതിൽ കൂടെ നണങ്ങിയാണെന്ന് എല്ലാവരും പുച്ഛിക്കും. നേരെ മറിച്ച് 50 കാറിന്റെ അകമ്പടിയോടുകൂടി വല്ലവരും പോയി എല്ലാവരും കൈയടിക്കും. അതാണ് ഇന്നത്തെ സമൂഹം. ചിന്തകൾ മാറുകയാണ്. ആ ചിന്തകളുടെ മാറ്റമാണ് സംഘപരിവാറിന്റെ വിജയത്തിന്റെ അടിസ്ഥാനം. ഒരു സിനിമ ഇറങ്ങിയിട്ട് ആ സിനിമയെ നിഷ്കരണം, അതിനെ 24 അതിനെ ഡിലീറ്റ് ചെയ്ത് കട്ടുകളാക്കി മാറ്റുമ്പോൾ അതിന്റെ എന്ത് മാറ്റപ്പെടുന്നു എന്നുള്ളതല്ല വിഷയം. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ഇല്ലായ്മ ചെയ്യാൻ ഞങ്ങൾ എപ്പോഴും ഉണ്ട് എന്നുള്ളൊരു ഭയം പടർത്തുന്നു. പ്രവൃത്തിയിലൂടെ ഭയം പടർത്തുകയാണ്. ബാബറി പള്ളി പൊളിച്ചപ്പോൾ അതാ ചെയ്തത്. ഗുജറാത്ത് കലാപത്തിൽ ഈ അന്നത്തെ ആഭ്യന്തരമന്ത്രി നരേന്ദ്രമോദിക്കെതിരായിട്ട് മൊഴി കൊടുത്തപ്പോൾ കാറിൽ വെടിയേറ്റ് മരിച്ചു കിടക്കുന്നു ആഭ്യന്തരമന്ത്രി. 3 ദിവസം കഴിഞ്ഞപ്പോൾ നരേന്ദ്ര പാണ്ഡ്യാണ്. ഇപ്പോഴും എങ്ങനെയാ മരിച്ചു എന്നറിയുകയില്ല. സഞ്ജീവ് ഭട്ട് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഇപ്പോഴും ജയിലിലാണ്. അന്നത്തെ DGP ശ്രീകുമാർ മൊഴി കൊടുത്തു. ഫോറൻസിക് ലബോറട്ടറിയിലെ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ആ ട്രെയിൻ കറുത്തച്ചത് പുറത്തുനിന്നല്ല ഉള്ളിൽ നിന്നാണ്. അവരൊക്കെ എവിടെ പോയി? അടൽ ബിഹാരി വാജ്പേയിയുടെ മരുമകൾ കരുൺ ശുക്ല മൊഴി കൊടുത്തു ഇത് നരേന്ദ്രമോദി ഭരണകൂടം ചെയ്തതാണെന്ന്. എവിടെ പോയി? ഇതൊന്നും എന്താ സംഘപരിവാർ പറയാത്തത്? അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞില്ലേ നരേന്ദ്രമോദി ഈ മുഖ്യമന്ത്രിയായപ്പോൾ ചെയ്തത്? അയാളെ മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറ്റണമെന്ന് BJP എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ പറഞ്ഞപ്പോൾ അഡ്വാനി എതിർത്തു, ബാക്കിയുള്ളവരും എതിർത്തു. വാജ്പേയി നഖശി കാണണം പറഞ്ഞു. ആ മുഖ്യമന്ത്രി മാറണം. എന്താ അതൊക്കെ മാറുന്നതല്ല. ഈ കലാപം നടന്നതല്ലേ? BBC ഡോക്യുമെന്ററി ഇറക്കി. ഇതിന്റെ കൃത്യമായ ദൃശ്യങ്ങൾ കാണിച്ചില്ലേ? BBCയുടെ ഓഫീസ് പൂട്ടിച്ചു. 1 കൊല്ലം മുമ്പല്ലേ നടന്നത്. ഇതാണ് ഫാസിസം. ഫാസിസം ഇന്ത്യയിൽ ഉണ്ട് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് യാതൊരു സംശയവുമില്ല. വേറെ വല്ലവർക്കും സംശയം ഉണ്ടെങ്കിൽ അവരുടെ കാര്യം. CPI അസന്നിഗ്ധമായി പറയുന്നു ഇത് ഫാസിസ്റ്റ് ഭരണകൂടമാണ് ഇന്ത്യയിൽ. സംശയമൊന്നും വേണ്ട. അംബേദ്കർ പറഞ്ഞ സിദ്ധാന്തങ്ങൾക്കെതിരാണ് ഇവരുടെ ഭരണം. ഗാന്ധിയൻ സിദ്ധാന്തങ്ങൾക്കെതിരാണ് ഇവരുടെ ഭരണം. അതുകൊണ്ട് തന്നെ മനുഷ്യവിരുദ്ധമായ പ്രത്യയശാസ്ത്രങ്ങളെ നടപ്പിലാക്കാനുള്ള പ്രവണത ഇവരിൽ കൂടും. കാരണം ഇവർക്കറിയാം ഫാസിസത്തിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരന്റെ പേര് മൗനം എന്നാണ്. മൗനമാണ് ഫാസിസത്തിന്റെ അടുത്ത കൂട്ടുകാരൻ എന്ന് എഴുതി വെച്ച ആള് ഹിറ്റ്ലറാണ്. ഹിറ്റ്ലർ പറഞ്ഞു ജൂതന്മാരുടെ സ്മരണകൾ ഉയർത്തുന്ന കെട്ടിടങ്ങൾ മുഴുവൻ മറിച്ചു മാറ്റണമെന്ന് ബെർലിൻ പട്ടണത്തിൽ നിന്നും ബോൺ പട്ടണത്തിൽ നിന്നും ഗീബൽസിനെ വിളിച്ചു പറഞ്ഞു. യുദ്ധം തുടങ്ങുന്നതിന് 3 കൊല്ലം മുമ്പ് 100 ചില്ലുവാനും കെട്ടിടങ്ങളെ തരിപ്പണമാക്കി. 2ാം ലോക മഹായുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് 19 കെട്ടിടങ്ങൾ ഉയർന്നു വന്നു. ഹിറ്റ്ലറുടെ സ്മാരകങ്ങൾ എന്ന രീതിയിൽ പുതിയ ആർക്കിടെക്ചർ ഉപയോഗിച്ചുകൊണ്ട്. എന്റെ സ്മരണ മതി ജർമ്മനിക്ക്, വേറെ ആരെയും സ്മരിക്കേണ്ട ജർമ്മനി. അതാണ് പഴയ പാർലമെന്റ് മന്ദിരം മാറ്റിയിട്ട് 20,000 കോടി രൂപയുടെ മന്ദിരം ഉണ്ടാക്കി ഇദ്ദേഹം, ഇന്നത്തെ പ്രധാനമന്ത്രി. പഴയ മന്ദിരം വേണ്ട, എന്നെ ഓർമ്മിക്കണമല്ല. എല്ലാ പള്ളികൾക്കടിയിലും ശിവലിംഗം പൊളിച്ച് പുതിയ അമ്പലങ്ങൾ പൊളിയൂ, എന്നെ ഓർമ്മിക്കണമല്ല. രാമക്ഷേത്രത്തിലൂടെ എന്നെ ഓർമ്മിക്കണമല്ല. ഹിറ്റ്ലറുടെ അതേ ടാക്ടിക്സ് ആണിത്. ഇതാണ് ഫാസിസം എല്ലായിടത്തും പ്രാവർത്തികമാക്കുക. സ്മരണകളെ നിലനിർത്തുക, ചിഹ്നങ്ങളെ ഉപയോഗിക്കുക. അടയാളങ്ങളിലൂടെയാണ് ഫാസിസം വളരുക. CPIയും CPIMും കോൺഗ്രസും ഒക്കെ നടക്കുക. കാൽനട ജാതിയും വാഹന പ്രചരണ ജാതിയും ഒക്കെ. BJP രഥയാത്ര നടക്കുക. സൂര്യവംശ ചക്രവർത്തി രഘുവംശത്തിൽ ഒത്തവൻ സഞ്ചരിച്ച രഥത്തിലൂടെ ഞങ്ങളിതാ വരുന്നു. അടയാളമാണത്. പഴയ സങ്കല്പങ്ങളെ കൊണ്ടുവരികയാണ് തിരികെ. ഇതൊക്കെ ചരിത്രത്തിനോടുള്ള ധ്വംസനമാണത്. ശ്രീരാമചന്ദ്രൻ ജീവിത കാലഘട്ടത്തിൽ 3 പ്രാവശ്യമാണ് അമ്പും വില്ലും എടുത്തത്. വാൽമീകിയുടെ രാമചന്ദ്രൻ, RSSന്റെ രാമനല്ല. അതാണ് ഇന്ത്യയിൽ വാൽമീകിയുടെ രാമൻ അപ്രത്യക്ഷമായിട്ട് എങ്ങനെ RSSന്റെ രാമൻ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യക്കാരൻ ചിന്തിക്കേണ്ടത്. അത് ചിന്തിക്കാതിരിക്കാനുള്ള കാരണം ബഹുഭൂരിഭാഗം ഇന്ത്യക്കാരൻ രാമായണം വായിച്ചിട്ടില്ല. വാൽമീകി എഴുതിയ രാമായണം വായിച്ച പിന്നെ RSS ഇല്ല, സംശയമൊന്നും വേണ്ട. ആ രാമൻ 3 തവണയാണ് ആയുധമെടുത്തത്. 12ാമത്തെ വയസ്സിൽ വിശ്വാമിത്ര മഹർഷി രാമനെയും ലക്ഷ്മണനെയും കാട്ടിൽ യാഗം ചെയ്യുന്ന, തന്റെ യാഗം മുടക്കുന്ന കാട്ടാളന്മാരെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ അമ്പും വില്ലും കയ്യിലെടുത്ത് അവരെ വധിച്ചു. 2ാമത് സീതാന്വേഷണത്തിന് പോകുമ്പോൾ വാനര രാജാവ് ബാലിയെ കൊല്ലാൻ ആയുധമെടുത്ത് ബാലിയെ വധിച്ചു.
മൂന്നാമത് ലങ്കാ ചക്രവർത്തി രാവണനെ കൊല്ലാൻ ആയുധമെടുത്ത് രാവണനെ വധിച്ചു. RSSന്റെ രാമന്റെ ഫ്ലെക്സ് ബോർഡിൽ ഇങ്ങനെ നിൽക്കുന്ന രാമൻ 24 മണിക്കൂറിൽ RSSന്റെ രാമനെ യുദ്ധം ചെയ്യാൻ പഠിക്കും. വാൽമീകിയുടെ രാമനാഴ്ച 3 പ്രാവശ്യം യുദ്ധം ചെയ്തിട്ടുള്ളൂ. ഏത് രാമനാ ഇന്ത്യയിൽ വലുതായത്? RSSന്റെ രാമൻ. ആ അമ്പും വല്ലു ആർക്ക് നേരെയാണ് നീട്ടുന്നത്? RSSന്റെ രാമൻ. ഇതാ അപരന്മാരെ, നിങ്ങൾക്കെതിരെ വരുന്ന ആരാപരൻ? മുസൽമാൻ, ക്രൈസ്തവർ, കമ്മ്യൂണിസ്റ്റുകാർ, മറ്റു മതവിഭാഗങ്ങൾ. നിങ്ങളെ നശിപ്പിക്കാൻ എന്റെ രാമൻ വരുന്നു. ഏത് രാമൻ? അതാണ് ചരിത്ര സാംസ്കാരിക ധ്വംസനം. അടയാളങ്ങളിലൂടെ, ചിത്രങ്ങളിലൂടെ അവർ ജനമനസ്സുകളിലേക്ക്, മസ്തിഷ്കത്തിലേക്ക് കടന്നു കയറും. ഈ ഇന്ത്യയിൽ, വായനാ ജീർണതയുള്ള ഇന്ത്യയിൽ, ഒരു പുസ്തകം പോലും വായിക്കാത്ത 70% ഇന്ത്യക്കാരുള്ള ഈ നാട്ടിൽ ഇത് ചെന്ന് കയറിയിട്ടില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ഈ പറഞ്ഞ മഹാരഥന്മാർ ജനിച്ച നാട്ടിൽ, വാൽമീകി ജനിച്ച നാട്ടിൽ, വ്യാസൻ ജനിച്ച നാട്ടിൽ എന്തൊരു വിരോധാഭാസമാണ് ഈ നാടിന്റെ സ്ഥിതി. ഇതൊക്കെ അന്നേ കണ്ടുകൊണ്ട് വർത്തമാനം പറഞ്ഞ ആളാണ് അംബേദ്കർ. രാമായണം പഠിച്ചു, മഹാഭാരതം പഠിച്ചു, ഉപനിഷത്ത് പഠിച്ചു അദ്ദേഹം. അതിലെ ബ്രാഹ്മണ മത വിഭാഗത്തിന്റെ മേധാവിത്വ ചിന്തകളെ അദ്ദേഹം എതിർത്തു. രാമനെപ്പോലും അവസാനം എതിർത്തു ശംഭൂകനെ കൊന്നതിന്റെ പേരിൽ. എന്തിനാണ് ശംഭൂകനെ കൊന്നത്? ഒരു ശൂദ്രനായ ഒരു പാവം തപസ്വിയെ കൊല്ലാൻ ഉള്ള കാരണം എന്തെന്ന് അംബേദ്കർ നിരന്തരം ചോദിക്കുന്നുണ്ട്. ഈ മഹാമഹർഷിമാർ ഉപദേശിച്ചു, ശൂദ്രൻ തലകീഴായിട്ട് തപസ് ചെയ്തുകൊണ്ട് ബ്രാഹ്മണ വിഭാഗത്തിലെ കുട്ടികൾ മരിക്കുന്നു എന്ന് കാരണം കണ്ടുപിടിച്ചു. സൂര്യവംശ ചക്രവർത്തി കേട്ടവാദി കേൾക്കാത്തവാദി ഇറങ്ങിത്തുന്ന വാളുകൊണ്ട് ഒറ്റ വെട്ട തല. അവിടെ ചാതുർവർണ്ണ്യം പുനഃസ്ഥാപിക്കപ്പെടുകയാണ്. തപസ് ചെയ്യാൻ അധികാരം ബ്രാഹ്മണർക്ക് മാത്രം, ശൂദ്രനില്ല. ആ കഥ വാൽമീകി എഴുതിയ കഥയല്ല എന്ന് പിന്നീട് ചരിത്രകാരന്മാര് പറയുന്നുണ്ട്. അങ്ങനെയാണ് ഈ ബ്രാഹ്മണിസം കയറി വരുന്നത്. ഇതൊക്കെ ഈ രാജ്യത്ത് നടക്കുമ്പോൾ അംബേദ്കറുടെ ചിന്ത നമുക്ക് പുരോഗമനപരമായ പാതയിലൂടെ നടക്കാൻ നമ്മളെ സഹായിക്കും. ഗാന്ധിജിയുടെ ചിന്തകൾ, കാറൽ മാർക്സിന്റെ ചിന്തകൾ, ശ്രീനാരായണ ഗുരുദേവന്റെ ചിന്തകൾ, ഇതൊക്കെ മനുഷ്യ സ്നേഹത്തിന്റെ, മാനവികതയുടെ, സാഹോദര്യത്തിന്റെ, സഹിഷ്ണുതയുടെ ഒക്കെ ചിന്തകളാണ്. രാമായണം സാഹോദര്യത്തിന്റെ പ്രതിഷ്ഠാപനമാണ്. മഹാഭാരതം ധർമ്മത്തിനും അധർമ്മവും തമ്മിലുള്ള പോരാട്ടമാണ്. ധർമ്മം എവിടെ എന്ന് വാസ്താക്ഷേപം നടത്തപ്പെടുന്ന പാഞ്ചാലി ചോദിക്കുമ്പോൾ തലകുനിച്ചിരിക്കുന്ന ഭർത്താക്കന്മാരെ നോക്കി പാഞ്ചാലി പറയുന്നുണ്ട്, നാണമില്ല എന്റെ ഭർത്താക്കന്മാരാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു സ്ത്രീയെ കൊണ്ട് അവിടെയും ചോദിപ്പിക്കുന്നത് എന്ത് ധർമ്മം, എന്താണത്വം ഇത്? ഭാര്യ അധിക്ഷേപിക്കപ്പെടുമ്പോൾ നിങ്ങൾ മൗനികളായിട്ടിരിക്കുന്നു. എന്നിട്ടാണ് കഥ ശ്രീകൃഷ്ണനെ വിളിച്ച് ശ്രീകൃഷ്ണൻ വസ്ത്രം കൊടുക്കുന്നു ഒക്കെ. പക്ഷെ വ്യാസൻ പറയുന്നുണ്ട് എന്താണ് ധർമ്മം? ഗ്രന്ഥകർത്താവിന് പോലും മറുപടിയില്ല. മഹാഭാരതത്തിൽ അവസാനത്തെ ശ്ലോകം ഇതാണ്, ധർമ്മം എന്താണെന്ന് ഞാൻ വ്യാഖ്യാനിച്ച് എനിക്കിപ്പോ മറുപടിയില്ല. തലയിൽ കൈവച്ചുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, ഞാൻ ഈ ജനങ്ങളോട് എല്ലാ കാര്യവും പറഞ്ഞു, ആരും ഒന്നും കേൾക്കുന്നില്ല. എന്താണ് ധർമ്മം എന്ന് ഗ്രന്ഥകർത്താവ് തന്നെ പറയാ. ഇപ്പോഴും അതിന് നിർവചനമില്ല. താങ്കൾക്ക് തോന്നുന്നത് താങ്കളുടെ ധർമ്മം, എനിക്ക് തോന്നുന്നത് എന്റെ ധർമ്മം. അതാണ് ഇന്ത്യയിൽ ധർമ്മം വിവക്ഷിക്കപ്പെട്ടിട്ടില്ല ഇപ്പോഴും. വ്യത്യസ്ത ആശയങ്ങളുടെ പ്രവാഹം പടർന്നു തുടങ്ങിയ ഇന്ത്യയിൽ ഓരോ മനുഷ്യന്റെ സംസ്കാരവും അമൂല്യമാണ്, ഓരോ ചിന്തകളും അമൂല്യമാണ്. ആ സംസ്കാരത്തിനെയും ചിന്തകളെയും സമന്വയിപ്പിക്കുക, ജാതിയും നിറവും അംശവും പറഞ്ഞ് മാറ്റി നിർത്തുകയല്ല വേണ്ടത് എന്നാണ് ഈ മഹാഗ്രന്ഥകന്മാരും അംബേദ്കറും ഗാന്ധിയും ഒക്കെ ഇന്ത്യക്കാരനെ പഠിപ്പിച്ചത്, ബുദ്ധദേവനടക്കം. അതിൽ നിന്നെല്ലാം വ്യതിചലിച്ചുകൊണ്ട് ഇത്ര ഭീതിജനകമായിട്ടുള്ള ഒരു സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന സംഘപരിവാറിന്റെ അതിപ്രാകൃതമായ മൗലിക ചിന്തകൾക്കെതിരെ, മറ്റു മതവിഭാഗങ്ങളുടെ വർഗീയ ചിന്തകൾക്കെതിരായിട്ടുള്ള അസംയുക്തമായ പടയൊരുക്കമാണ് ഈ രാജ്യത്ത് ജനവിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരേണ്ടത്. ആ ബോധോദയം ഉണ്ടാക്കേണ്ട കടമയാണ് കമ്മ്യൂണിസ്റ്റുകാരനുണ്ടാകേണ്ടത്. പരിവർത്തനം ഉണ്ടാകുക വെറും ഈ സംഘടനാ പ്രവർത്തനത്തിലൂടെ മാത്രമല്ല, പരിവർത്തനം ഉണ്ടാകുക ആശയ പ്രചരണത്തിലൂടെയാണെന്ന് ഇന്ത്യയിലെ മാർക്സിസ്റ്റ് പണ്ഡിതന്മാരിൽ അഗ്രഗണ്യനായ സഖാവ് കെ ദാമോദരൻ എന്നോ എഴുതി വെച്ചിട്ടുള്ളതാണ്. ആശയ പ്രചരണമാണ് കമ്മ്യൂണിസ്റ്റുകാരന്റെ മുഖ്യ കടമ. അതാണ് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നത്. ഫാസിസത്തിനെതിരെ, ഈ വൃത്തികെട്ട മനുഷ്യവിരുദ്ധ ആശയങ്ങൾക്കെതിരെ മഹാത്മാവിനെ കൊന്നിട്ടുള്ള ഈ സംഘടനയാണോ വേണ്ടത്?
മഹാത്മാവിന്റെ ചിന്തകളാണോ വേണ്ടത് എന്നാണ് ഇന്ത്യക്കാരൻ നേരിടുന്ന ഏറ്റവും വലിയ ചോദ്യം. ഇവിടുത്തെ ഏറ്റവും വലിയ ചോദ്യം അതുകൊണ്ട് തന്നെ ചോദ്യം ചോദിക്കണമോ വേണ്ടയോ എന്നുള്ളതാണ്. അതുകൊണ്ട് ഗാന്ധിജിയുടെ പക്ഷത്താണോ ഗോഡ്സെയുടെ പക്ഷത്താണോ ഇന്ത്യ? അതിന് ഉത്തരം നൽകാൻ ഓരോ മനസ്സാക്ഷിയും തീരുമാനിക്കണം. രാഷ്ട്ര സ്നേഹമുള്ളവർ ഇവർ കൽപ്പിച്ചു തരേണ്ട ആരാണ് രാജ്യസ്നേഹി, ആരാണ് അർബൻ നക്സൽ. ഇന്നിപ്പോ ഒരു സ്ത്രീയെ അടക്കം കേരളത്തിൽ അർബൻ നക്സൽ എന്ന് ഇവർ വിളിച്ചു കഴിഞ്ഞു. അത് ഇവരുടെ മുദ്ര ചാർത്തൽ വേണ്ടേ വേണ്ട. ഈ രാജ്യത്തിനെ സ്നേഹിക്കാൻ കമ്മ്യൂണിസ്റ്റുകാരന്, മതേതര ജനാധിപത്യ വിശ്വാസികൾക്ക് അവരെക്കാൾ അർഹതയുണ്ട്. ഗാന്ധിജി ജനിച്ച നാട്ടിൽ സവർക്കർ ജനിക്കുമ്പോൾ സവർക്കർ ജയിലിൽ കിടക്കുന്ന സമയത്ത് എന്നെ വിട്ടുതരണമേ എന്ന് പറഞ്ഞുകൊണ്ട് 10 പ്രാവശ്യം ബ്രിട്ടീഷുകാർക്ക് കത്തെഴുതി മാപ്പപേക്ഷിച്ച ആ സവർക്കറിന്റെ പ്രസ്ഥാനമാണോ വേണ്ടത്? കസ്തൂർബ ജയിലിൽ കിടക്കുമ്പോൾ ഭാര്യയ്ക്ക് അസുഖമാണ്, ക്ഷയമാണ്. അപ്പുറത്തെ ജയിലിൽ കിടന്ന് വൈസ്രോയ് പറയാണ്, ബാപ്പുജി ഒന്ന് അനുവദിച്ചാൽ ഞങ്ങൾ ലണ്ടൻ പോയിട്ട് ചികിത്സിച്ചു കൊണ്ടുവരാം, ഭേദമാക്കാം, അങ്ങയുടെ അനുവാദം തരൂ എന്ന് പറഞ്ഞപ്പോൾ ഒരു പേനയും പേപ്പറും തരൂ എന്ന് പറഞ്ഞ് ഗാന്ധിജി അതിൽ എഴുതി, പ്രിയപ്പെട്ട കസ്തൂർബ, നിന്നെ എനിക്ക് സ്നേഹമാണ്, എൻ്റെ പ്രിയ പത്നിയാണ്, നിന്റെ അനാരോഗ്യം എന്നെ വിഷമിപ്പിക്കുന്നു. അവർ പറയുന്നു ലണ്ടനിൽ കൊണ്ടുപോയി ചികിത്സിക്കാൻ, പക്ഷെ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ ഞാൻ അനുവദിക്കുകയില്ല. ഞാൻ ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി നിന്നെ കാണാൻ വന്നാൽ, നിന്നെ ലണ്ടനിലേക്ക് അയച്ചാൽ ഞാൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഒറ്റിക്കൊടുക്കലാണ്. ഇത് കൊണ്ടുപോയി കൊടുത്തോളൂ വൈസ്രോയ് എന്നാണ് ഗാന്ധിജി എഴുതിയത്. ആ ഗാന്ധിജി ജനിച്ച നാട്ടിൽ വേറൊരാൾ മാപ്പ് പറഞ്ഞ് ജയിലിൽ നിന്ന് വിമുക്തനായി അയാളുടെ പ്രസ്ഥാനം ഇന്ത്യ ഭരിക്കുന്നുവെങ്കിൽ എന്തൊരു നാണക്കേടാണ് ഈ രാജ്യത്തിന്. സ്വയം ആലോചിക്കുക. സംഘപരിവാറിന്റെ ആശയത്തിനെ എതിർത്തേ പറ്റൂ. ഇവിടെ മതവും ജാതിയുമല്ല പ്രശ്നം, മനുഷ്യനാണ് പ്രശ്നം, മാനവികതയാണ് പ്രശ്നം. ആ മാനവികതയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പരിവർത്തന ദാഹത്തിന്റെ തിരകൾ മനസ്സിൽ എഴുമ്പിക്കൊണ്ട് മനുഷ്യസ്നേഹത്തിന്റെ ഉദാത്ത പ്രതീകങ്ങളായി ചിന്തകളുടെ ഏറ്റവും വലിയ സമ്പന്നമായ ഉത്കൃഷ്ടതയുടെ മട്ടുപ്പാവിൽ കയറുന്നതുകൊണ്ട് ലോകത്തിനെ മുഴുവൻ ഒന്നായി കാണാനുള്ള വിശാല മനസ്സിന്റെ ഉടമകളായിട്ട് മനുഷ്യൻ മാറുമ്പോൾ സംഘപരിവാർ പ്രത്യയശാസ്ത്രം പരാജയപ്പെടും. അതായിരിക്കട്ടെ നമ്മുടെ ഉദ്യമം, നമ്മുടെ ഉത്തരവാദിത്തം. അതാണ് അംബേദ്കറും ഗാന്ധിയും നമ്മളെ പഠിപ്പിച്ചത്. ആ പാത പിന്തുടരുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. അസ്സലാം.